ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ ബി.ജെ.പി. സംഘപരിവാർ പ്രവർത്തകർ, ഹൈന്ദവ സംഘടനകളിൽപ്പെട്ടവർ ഒക്കെ വലിയ പ്രതിഷേധവുമായി ആറന്മുളയിലെ പത്മകുമാറിന്റെ വീടിന് മുൻപിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. തുടർന്ന് പോലീസ് തടയുകയും പിന്നാലെ പ്രതിഷേധം ക്ഷേത്രത്തിന് മുൻപിൽ ലഡ്ഡു വിതരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഈ പത്മകുമാറോടുകൂടി പ്രതിഷേധം നിൽക്കുമോ? നേരോട് തെളിഞ്ഞു. അതാണ് സത്യം. കാര്യം എൻ്റെ കൈ എപ്പോഴും ശുദ്ധമാണെന്ന് കാണിച്ചിരുന്ന ആ ഉള്ളംകൈ കാണിച്ചിരുന്ന കൈ ഇന്ന് കറുത്ത കൈയാണെന്നാണ് ഭഗവാൻ തെളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തിരുവാറന്മുളയപ്പൻ്റെ മുമ്പിൽ തന്നെയാണ് ഞങ്ങൾ ഈ ലഡ്ഡു വിതരണം ചെയ്തിരിക്കുന്നത്. കാരണം ഇനിയുമുണ്ട് കാട്ടുകള്ളന്മാർ. ഈ ശബരിമല ഇനിയും കിടപ്പുണ്ട്. ഇതിനകത്ത് ഒരു ചെറിയ കണ്ണിയെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയും വലിയ മാത്രമേ നീങ്ങിയിട്ടുള്ളൂ. പ്രതിയാണെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. അല്ല, ഇനി അറസ്റ്റിലേക്ക് അത് ഗവൺമെന്റ് ഇത് അറസ്റ്റ് ആയല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾ അത് ആൾറെഡി തന്നെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചോളും. ഇപ്പൊ ഒരു ചെറിയ വാലേ അനങ്ങിയിട്ടുള്ളൂ. ഇനിയും അതിനായിട്ടുള്ള പെരുമ്പാമ്പുകൾ ഇനി കിടക്കുന്നേ ഉള്ളൂ. അന്വേഷണം വളരെ ശക്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അന്വേഷണ സംഘത്തിനോട് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. പത്മകുമാറിന്റെ അറസ്റ്റിൽ ഞങ്ങൾ വളരെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. എല്ലാ കള്ളന്മാരെയും, ശബരിമല സ്വർണം മോഷ്ടിച്ച എല്ലാ കള്ളന്മാരെയും അകത്താക്കുന്നതിന് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധമുണ്ടായിരിക്കും, ആഹ്ലാദ പ്രകടനം ഉണ്ടായിരിക്കും. പ്രതിഷേധമാണോ? ബി.ജെ.പിയുടെ നേതൃത്വമാണോ പ്രതിഷേധം? ബി.ജെ.പിയുടെ പ്രതിഷേധമാണ്. ഞങ്ങൾക്ക് പ്രതിഷേധമല്ല, ഞങ്ങൾക്ക് ആനന്ദമാണ്. പ്രതിഷേധമല്ല, ഞങ്ങള് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തുള്ള ആനന്ദമാണ് ഞങ്ങൾ. അതാണ് ഞങ്ങൾ. പത്മകുമാറോടുകൂടി അറസ്റ്റ് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? പത്മകുമാറോടുകൂടി അറസ്റ്റുകൾ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും തീരുന്നില്ല. ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചെറിയൊരു വാലറ്റം മാത്രമായിട്ടുള്ളൂ. ഇതിന്റെ വലിയ ഘടകങ്ങൾ ഇനി കിടക്കുന്നേ ഉള്ളൂ. അവരിലേക്കും കണിശമായിട്ടും ഇനിയും പഴയ മന്ത്രിമാരുണ്ട്, അവരിലേക്കും ഇതിന്റെ ഭാഗമായിട്ട് നീങ്ങുമെന്നാണ് ഞങ്ങളുടെ വിചാരം. പ്രതിഷേധം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് പ്രതിഷേധം? ബി.ജെ.പി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് സംബന്ധിച്ച് ഞങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇത് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി അടക്കം അറസ്റ്റിലാവേണ്ട കേസുകളാണ്. ഇതിന്റെ അന്വേഷണം മുഴുവൻ വ്യക്തമാക്കണമെന്ന് ഭക്തജനങ്ങളുടെ ആവശ്യമാണ്. ഭക്തജനങ്ങളുടെ ഇത് വെറും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആവശ്യമല്ല, ഇത് ഭക്തജനങ്ങളുടെ ആവശ്യമാണ്. ഭക്തജനങ്ങളുടെ ആവശ്യമാണ്. നാമം ജപിച്ചവരെ ഓരോരുത്തരെയും അറസ്റ്റാക്കി ഇന്നും അവർക്ക് ജോലിക്ക് പോകാൻ വയ്യാത്ത മാതിരി വളരെയധികം ചെറുപ്പക്കാർ പിള്ളേർ ഇന്നും കേസുമായിട്ട് നടന്നിരിക്കുകയാണ്. അപ്പോൾ അന്ന് തല്ലി ഒഴുക്കിയവരൊക്കെ ഓരോരുത്തരായിട്ട് ഇന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഒത്തിരി ചെറുപ്പക്കാർ ഭഗവാന്റെ നാമം ജപിച്ചതിന് വേണ്ടി അറസ്റ്റ് ചെയ്തവരെ ഇന്നും അവരെ കേസ് നടന്നത്, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അവരെ അങ്ങനെ കേസുമായിട്ട് നടന്നത്. അപ്പം ഭഗവാൻ തന്നെ കൊടുത്തേക്കാണ്. അതിനൊരു പ്രതികാരമായിട്ട് ഭഗവാൻ ഇന്നിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഓരോരുത്തരിലേക്കും ഇനി അങ്ങോട്ട് വരും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രതിഷേധം ശക്തമായി തന്നെ മുൻപോട്ട് പോവുകയാണെന്നുള്ളതാണ്. പ്രതിഷേധ വേദി ഇപ്പോൾ നിലവിൽ മാറി ആറന്മുള ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് മാറിയെന്നുള്ളത് മാത്രമാണ്. പ്രതിഷേധം പ്രതിഷേധത്തിനുണ്ടായിരുന്നു. പ്രതിഷേധത്തിന് വന്നായിരുന്നു. ഈ ഒരു അറസ്റ്റോടുകൂടി ഈ വിഷയം കഴിയുമോ? എങ്ങനെ? ഇല്ല, ഇതിന്റെ പുറകാലെ കാണും. SIT അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി യൂണിറ്റ് പോലീസുകാരെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. പത്മകുമാറിന്റെ വീടിന് മുൻപിൽ അടക്കം സുരക്ഷ സംഘടിപ്പിച്ചതാണ്. പക്ഷേ അത്രത്തോളം പ്രവർത്തകരെത്തിയില്ല. എന്തായാലും ഉള്ളവർ കൂടി ലഡു വിതരണമാണ് ചെയ്തത്. പത്മകുമാറിന്റെ വീടിന് മുൻപിലുള്ള കടമുറികളിലും കടകളിലും ഒക്കെ ഇത്തരത്തിൽ ലഡു വിതരണം ചെയ്തു. തുടർന്നാണ് ആറന്മുള ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തുകയും തൊഴുതിറങ്ങി വരുന്ന ഭക്തർക്ക് ലഡു വിതരണം ചെയ്തുകൊണ്ട് പ്രതിഷേധ പരിപാടികളുമായി മുൻപോട്ട് പോകുന്നത്. ബി.ജെ.പിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് നിലവിൽ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. വലിയ പ്രതിഷേധം നടക്കുമെന്നുള്ളതായിരുന്നു പോലീസിന് കിട്ടിയ വിവരം. പക്ഷേ അംഗബലം കൊണ്ട് കുറവായിരുന്നെങ്കിലും പ്രതിഷേധം ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ്. വരും ദിവസങ്ങളിലും തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ബി.ജെ.പി. പറഞ്ഞു വെക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.